ചേച്ചിയുടെ വീടോ? ഞാൻ എപ്പോഴാണ് നിന്റെ ചേച്ചി? എന്നെക്കാട്ടി 5 വയസ്സിന് മൂത്തതാണ്. 1987 ഡിസംബർ 30 നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് മൂത്ത ആളാണോ? അതെ അതെ സൂര്യ, അതാണ് എന്റെ ചേട്ടനാണ് അത്. ബ്രദർ ആൻഡ് സിസ്റ്റർ. അതെ ദിവ്യ ചേച്ചി. നാത്തൂൻസ് ആണോ അത്? അതെ അതെ നാത്തൂനാണ് അത്. നിങ്ങൾ കല്യാണത്തിന് വന്ന് ഞങ്ങളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. വിളിച്ച് നമുക്കൂടെ പോവായിരുന്നു. അല്ല നമുക്ക് ഇവരോട് പോയാൽ ചേർന്ന് ഒരു വണ്ടിക്കകത്ത് പോയാൽ ചേർന്നല്ലേ. നന്ദൂട്ടി എന്ത് ചെയ്യേ? നന്ദൂട്ടി കാണുവാനില്ലല്ലേ? ഞാൻ ലൈവിൽ കയറി പറയൂടാ. അടുത്താണോ അവരൊക്കെ? അടുത്താടാ, ഒരു കോമ്പൗണ്ടിലാണ് 2 വീട് ഞങ്ങളുടെ. ഇത് നമ്മുടെ വീട്, ഈ കാണുന്ന നമ്മുടെ അപ്പൊ കണ്ടില്ലേ, അത് നമ്മുടെ വീട്. ഈ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ബ്രദറിന്റെ വീട്. ലിയോസ് ഹലോ എന്ന് പറയുന്നുണ്ട്. സൂര്യ പോയെന്ന് തോന്നുന്നു ചേച്ചി. എന്തെടുക്കാനാ? ഹായ് സൂര്യ എന്ന് വിളിക്കുന്നുണ്ട്. ആരെങ്കിലും കേറിയായിരുന്നു? എന്തുവാ? എന്തുവാ? ഹായ് സൂര്യ, ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. സാഗരേട്ടാ അടിയോ അവിടെ അടിയോ എവിടെയാ? എന്താ പണി അവിടെയും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു. ഫുഡ് കഴിച്ചില്ല ചേച്ചി, അവർ കല്യാണത്തിന് പോന്ന്. ഞങ്ങള് പോയില്ല. പോണം എന്നൊക്കെ വിചാരിച്ചിരുന്നാണ്, ഉറങ്ങാത്തോണ്ട് പോയില്ല. ആരാ? നന്ദൂട്ടിയാന്നോ? ആമി അവർ പോന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. പറയാനെന്താ അവൻ്റെ അടുത്ത് എണ്ണ അടിച്ചെന്ന്? താങ്ക് യു ചേച്ചി, താങ്ക് യു. ഷീനത് 6 കാണിക്കുന്നുള്ളൂ ചേച്ചി. മോളെ ഇപ്പൊ കൊണ്ടുവന്ന അച്ഛമ്മ ഇടുന്ന ചാക്ക് എടുത്തോണ്ടോ? ചാക്കലൊക്കെ സോറി, കിറ്റ് എടുത്തോണ്ടോ? ലൈക്ക് 8 എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ചേച്ചി. പക്ഷെ നമുക്കിവിടെ 6 കാണിക്കുന്നുള്ളൂ ചേച്ചി. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഇതിനകത്തും 6 കാണിക്കുന്നോളല്ലോ. ആണോ? ഇപ്പോൾ ഓക്കെ ആവും എന്ന് പറയുന്നുണ്ട് നമ്മുടെ ലിയോസ്. ഇവിടെ അടുത്ത് ഹായ് സൗണ്ട് ഇല്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് സുന വന്നല്ലോ. സുന ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഞാൻ എൻ്റെ പ്രോജക്റ്റ് അസൈൻമെന്റ് 7 എഴുതി. 4 5 6 7 ഓൾമോസ്റ്റ് 7 എഴുതി തീർന്നു. നോട്ട്സ് എഴുതി കഴിഞ്ഞു. 7 എഴുതി കഴിഞ്ഞു. ഇനി 3 കൂടി ഉള്ളായിരുന്നു. നൈറ്റൊക്കെ ഫുള്ളിരുന്ന് എഴുതി. ഡെയിലൊക്കെ നമ്മൾ ലൈവ് ഇടുന്ന സമയത്തൊക്കെ എഴുതുമായിരുന്നു. ചേച്ചിക്ക് സുഖമാണോ ചെയ്യുന്നത്? സുന ബ്രോ സുഖമാണ് സുന.